ചേട്ടാ, ഇപ്പൊ തന്നെ പറഞ്ഞു വിട ഇവരെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. ഞങ്ങളാണോ വലുത്, ഈ ജോലിക്കാരാണോ വലുതെന്ന് ഇപ്പൊ എനിക്കറിയണം. ഇതിലിപ്പോ വലുതിന്റെയും ചെറുതിന്റെയും ഒന്നും കാര്യമില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇവരെ പറഞ്ഞു വിടുന്നില്ല. ഓഹോ, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണെന്ന്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറയുന്നത് എന്തിനാ? അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായി. ഞങ്ങൾ ഇറങ്ങിത്തരാം, ഇവരെ ഇവിടെ വെച്ച് വാഴിച്ചു. വാടിയും കൊണ്ട് എന്റെയോ എന്റെ ഭർത്താവിന്റെയോ ശബ്ദമല്ലാതെ ഈ വീട്ടിൽ മറ്റാരുടെയും ശബ്ദം ഉയരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഈ വീടിന്റെ അടുക്കള ഇവിടുത്തെ ആഹാരം പാകം ചെയ്യാനും ഈ ഡൈനിങ് ഹാൾ ഇരുന്ന് ആഹാരം കഴിക്കാനുമുള്ളതാണ്, തമ്മിൽ പോരാടാനുള്ളതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയേണ്ടത് എന്നോടോ അല്ലെങ്കിൽ ജയേട്ടനോടോ ആണ്. ജയേട്ടനോട് പറഞ്ഞതാണല്ലോ. ഞാൻ സംസാരിക്കുന്നതിനിടയില് വർത്തമാനം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാന് ഇപ്പോ ഈ വീട്ടിലുള്ളവരോടൊക്കെ വരാൻ ഞാൻ പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്താ? ഇവരെന്റെ അമ്മയെ. മതി, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ട. നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിർത്തിയത് ഞാനാണ്. അപ്പോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ നീ അത് പറയേണ്ടത് ആരോടാ? അത് ചെയ്യാതെ നീ വഴക്കിന് പോവാണോ? ഏട്ടത്തിക്കിപ്പോ എന്താ വേണ്ടത്? ഇവരെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ അവരെ പറഞ്ഞുവിടാൻ മാത്രം കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. നീലിമയും അനസൂയയുമാണ് അങ്ങോട്ട് വഴക്കിനും ചെന്നത്. അല്ലയോ, അങ്ങനെ എന്റെ ഭാര്യ മോളെ കുറ്റം പറയണ്ട. ജോലിക്കാരികളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. എന്താ കുഞ്ഞോള്, പഴയതൊക്കെ മറന്നോ നീ? പഴയതെന്തോന്നു? അതെ, കുഞ്ഞോൾക്ക് മനസ്സിലായി. ഇനിയും സംസാരിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി രമേ നീ. അതോ നിന്റെ ഭർത്താവിന്റെ തീരുമാനം തന്നെയാണോ നിനക്കും? എങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം. ഇവറ്റകളെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റിയ സമയം ഇതാ. ശല്യവും തീരും, ഭദ്രേട്ടന്റെ കുത്തുവർത്തമാനം കേൾക്കേണ്ടിയും വരില്ല. അതെ, തനിക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് എന്നോട് ചോദിക്കാനും മെക്കെട്ടാനും വരരുത്. എനിക്കാരോട് ദേഷ്യം? പിന്നെ മറ്റേ തള്ളയുടെയും മോളുടെയും കാര്യമാണ് താൻ പറഞ്ഞതെങ്കിലേ എനിക്കതിൽ ഒരു ദേഷ്യവും ഇല്ല, വിഷമവും ഇല്ല. എന്റെ അമ്മയെ പറഞ്ഞ ആരായാലും ഞാൻ തിരിച്ചു പറയും. ആ അനസൂയ എന്ന പെണ്ണിന്റെ ചെകിടത്തൊരെണ്ണം കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. അവരെന്റെ അമ്മയെ കുറ്റം പറഞ്ഞപ്പോ ഞാനും തിരിച്ചു പറഞ്ഞു.
അവരിവിടെ നിൽക്കുന്നതും പോകുന്നതും ഒക്കെ അവരുടെ ഇഷ്ടം. താനാള് കൊള്ളാലോ. ആ, ഇവിടെ ഒരു കലാപം തന്നെ സൃഷ്ടിച്ചിട്ട് കൂളായിട്ട് പറയുന്ന കേട്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ താൻ ദേഷ്യം വരുമ്പോ ചിലപ്പോ ഇവിടെ ആരെങ്കിലും പിടിച്ച് തല്ലുമല്ലോ. തന്നോടായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. പക്ഷെ താൻ ആരോടും പറയരുത്. ഇല്ല, പറയില്ല. താൻ പറയേ. ഇവിടുത്തെ മാഡം ഇല്ലേ, രമ മാഡം, അമ്മയ്ക്ക് പറ്റി? ഇപ്പോഴൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റും. 2 തവണ അവരെന്റെ അമ്മയെ തല്ലി, അതും ചെയ്യാത്ത തെറ്റിന്. ഞാനിവിടുന്ന് പോകുന്ന ദിവസം എന്റെ മനസ്സിലെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തു പ്ലാൻ? അത് താൻ അപ്പ അറിഞ്ഞാ മതി. ഇപ്പൊ താൻ വണ്ടി എടുക്ക്. കുശലം ചോദിച്ചോണ്ട് നിൽക്കുന്നു, എല്ലാം അറിയണം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ എവിടേക്കാ? മാർക്കറ്റിൽ പോവാ. കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. ഓ, സാർ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ? എങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോവാം. എനിക്ക് കൃഷി ഓഫീസ് വരെ ഒന്ന് പോണമായിരുന്നു എന്ന് കരുതി നീ ബസ്സിലൊന്നും പോണ്ട. നിന്നെ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഞങ്ങൾ അതുവഴി പോയിക്കോളാം. ഡ്രൈവർ, വണ്ടി എടുക്ക.